നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്ന് ഇഞ്ചിപ്പുളി അഥവാ പുളിയിഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. 750 ഗ്രാം ഇഞ്ചി വെച്ചാണ് നമ്മൾ ഇഞ്ചി പുളി ഉണ്ടാക്കാൻ പോകുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കാവുന്നതാണ്. നാടൻ കറികളൊക്കെ കറിച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ആ കറിച്ചട്ടിക്കകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നതിന് ശേഷം ചെറുതായിട്ട് വട്ടത്തിൽ കണ്ടിച്ച് വെച്ചിരിക്കുന്ന 3 പച്ചമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം കൊത്തിപ്പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിതൊരു നാടൻ കറി ആയതുകൊണ്ടാണ് ഈ കറിച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടി കട്ടിയുള്ള ഏത് പാത്രത്തിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അടി കട്ടിയുള്ള ഇൻഡാലിയത്തിൻ്റെ ചെറിയ ഉരുളിയുണ്ട്. അപ്പോൾ ആ ഉരുളിക്കകത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയൊക്കെ വറുത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം. മുളക് പൊടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പുളിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഉപ്പ് നോക്കുക. നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നോക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ ഈ വാളംപുളിയൊക്കെ കടയിൽ നിന്ന് തരുമ്പോൾ അത് ഓൾറെഡി ഉപ്പിട്ട് മിക്സ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഉപ്പിൻ്റെ അളവ് ഇറങ്ങിയതിന് ശേഷം നമുക്ക് പോരായ്മയുള്ള ഉപ്പ് ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമേ ഉപ്പ് വാരി ഇടരുത്. അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ നമുക്കൊന്ന് രുചിച്ച് നോക്കാം. രുചിച്ച് നോക്കിയതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞ് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു. അതുകൂടാതെ ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചിക്കറിയുടെ ഒരു കൺസിസ്റ്റൻസി. മൺചട്ടി ആയതുകൊണ്ട് കറി ഒന്നും കൂടി ഒന്ന് കുറുകും. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.